സരോജിനി, വേണ്ട വേണ്ട, നീ അവിടെ ഇരിക്കേ. നല്ല ക്ഷീണമുണ്ടല്ലോ നിനക്ക്. വിമലയെ ഹരീന്ദ്രൻ കൂട്ടിക്കൊണ്ടുവന്ന് അറിഞ്ഞ് പ്രയാസപ്പെട്ട് കിടക്കായിരിക്കുമല്ലേ? ലക്ഷണം കണ്ടാൽ അറിയാം എന്തൊരു ക്ഷീണമാ നിന്റെ മുഖത്ത്. ക്ഷീണമല്ല, ചാകാൻ കിടക്കുക ഞാനിവിടെ. വല്യേട്ടനൊന്ന് വന്നു കിട്ടാൻ വേണ്ടിയാ ഞാൻ ക്ഷമിച്ച് സഹിച്ചു നിന്നത്. ഇവനോട് ഇവളെവിടെ ഇറക്കി വിടാൻ പറവില്ലേട്ടാ. എവിടെയെങ്കിലും കൊണ്ട് തള്ളാൻ പറയുന്ന അശൂലത്തിനെ. എന്റെ പൊന്ന് സരോജിനി, നീ ഒന്ന് അടങ്ങ്. ഞാനല്ലേ നിന്റെ അടുത്തുള്ളത്. നമുക്ക് സംസാരിച്ചൊരു പരിഹാരം ഉണ്ടാക്കാം. സംസാരിക്കാനും പരിഹരിക്കാനും ഒന്നുമില്ല. ഇവന്റെ ഇവളുടെയും കല്യാണ ചടങ്ങ് ഗംഭീരമായിട്ട് നമ്മൾ നടത്തിക്കൊടുക്കാന്ന് പറഞ്ഞതല്ലേ. അതിനൊന്നും പുല്ലുവില കൽപ്പിക്കാതെ എഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുക. അതെന്റെയും വല്യേട്ടന്റെ മുഖത്ത് കരിവാരി തേക്കാൻ ഉദ്ദേശിച്ചു തന്നെയാ. അതിന്റെ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് ഇവളല്ലാതെ മറ്റാരുമല്ല. ഇപ്പൊ ഇത് സമ്മതിച്ചു കൊടുത്താ ഇവൾ എന്റെ തലയിക്കറി നിരങ്ങും. നാളെ ഒരു പഴുത് കിട്ടിയ ഇവൾ എന്നെ ഇവിടെ നടിച്ചിറക്കാനും മടിക്കില്ല. എന്താ ഒന്നും പറയാതിരിക്കുന്നത്? ഇപ്പൊ തന്നെ പിടിച്ചിറക്കിക്കൊണ്ട് പോവാൻ പറ. അങ്ങനെ തോന്നിയതുപോലെ വല്ലത് കാട്ടിക്കൂട്ടാൻ പറ്റുമോ സരോജിനി? നീ ആദ്യം 2 മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കുക. ഒരു നിമിഷം ഞാനൊന്ന് ആലോചിക്കട്ടെ. വല്യമ്മാവാ, വിമല മാത്രമല്ല, വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞാനും ഇറങ്ങിത്തരാം. അതിനു മുമ്പ് ദൈവത്തെ ഓർത്ത് അമ്മയോട് വല്ലതും കഴിക്കാനും കുടിക്കാനും പറ. ഇന്നലെ വിമല വന്ന് കയറിയത് മുതൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരിക്കുക. വല്ല വയ്യായികയും വന്ന് അമ്മ വീണ് പോയാ അതെനിക്ക് താങ്ങാനാവില്ല. ഒന്ന് പറ വല്യമ്മാവ. അത് നീ പറഞ്ഞത് കറക്റ്റാ. സരോജിനി, എണീറ്റേ. നീ ആദ്യം വല്ലത് കഴിക്ക, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടതെന്ന്. ആലോചിക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞതല്ലേ വല്യേട്ടാ. എനിക്ക് വേണ്ട ഇവളുണ്ടാക്കിയ ആഹാരം. ചേടാ, അത് കൊള്ളാലോ. നിന്റെ ദുർവാശി നടത്താനാണെങ്കിൽ പിന്നെ ഞാനെന്തിനാ വന്നിരിക്കുന്നത്? എനിക്കെന്താ ഈ കുടുംബത്തിൽ സ്ഥാനം? നീ പിടിച്ച മുയലിന് 4 കൊമ്പെന്നും പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എന്റെ പാട് നോക്കി ഞാൻ പോവും. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്റെ വാക്കുകൾ മാനിക്കാൻ നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം. കേട്ടല്ലോ? ആദ്യം നീ എണീറ്റ് ആഹാരം കഴിക്കണം. അതിനു മുമ്പ് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഹരീന്ദ്രൻ വിമലയെ താലി ചാർത്തി ഭാര്യയാക്കി സ്വീകരിച്ചതാണ്. കല്യാണ ചടങ്ങ് നടത്തി കൊടുക്കാമെന്ന് നമ്മളും വാക്കു കൊടുത്തു. ചടങ്ങ് നടത്തും മുമ്പ് ഹരി അവളെ വിളിച്ചോണ്ട് വന്നത് അത്ര വലിയ പാതകമൊന്നുമല്ല. അതുകൊണ്ട് അക്കാര്യം പറഞ്ഞ് ഇവിടെ ഒരു കുഴപ്പമുണ്ടാക്കരുത്. മനസ്സിലായല്ലോ? സരോജനിക്ക് കൂടുതലെങ്ങാനും പറയാനുണ്ടെങ്കിൽ, അതും കല്യാണം ചടങ്ങായി മാത്രം നടത്താനുണ്ടെങ്കിൽ അതുമൊക്കെ കൂടി നമുക്ക് ആഹാരം കഴിഞ്ഞൊക്കെ ചർച്ച ചെയ്യാം. എന്നാ പിന്നെ നീയും വിമലയും കൂടെ ചെന്ന് ആഹാരം എടുത്തു വെക്കേ. ഞാൻ ഇവളെയും കൊണ്ട് ഇപ്പൊ വരാം. എനിക്കും വേണം ആഹാരം. പെട്ടെന്നാവട്ടെ.